റൈറ്റ് ബോർഡിന്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്. 10ാം ക്ലാസ്സുകാർക്ക് മിക്കവർക്കും ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിന്റെ ഈ വർഷത്തെ സീരീസുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പൊളിറ്റിക്സിലെ ചാപ്റ്റർ ഫസ്റ്റ് പവർ ഷെയറിംഗ് ആണ്. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇതിൽ പ്രധാനമായിട്ടും 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ഈ പാഠം നമ്മൾ പഠിക്കുന്നത് 2 കഥകളിൽ കൂടെയാണ്. ബെൽജിയം, ശ്രീലങ്ക എന്ന് പറയുന്ന 2 രാജ്യങ്ങളുടെ കഥകളിൽ കൂടെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ ആകുന്നത്, എന്തിനാണ് പവർ ഷെയറിംഗ് വേണ്ടത്, ടൈപ്പ് ഓഫ് പവർ ഷെയറിംഗ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത് ഈ ചാപ്റ്റർ ആണ് പൊളിറ്റിക്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നല്ല ഉറപ്പിച്ച് പഠിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് ബെൽജിയത്തിന്റെയും ശ്രീലങ്കയുടെയും കഥയിലേക്ക് കിടക്കാം. ബെൽജിയം എന്ന് പറയുന്നത് യൂറോപ്പിലെ വളരെ ചെറിയൊരു രാജ്യമാണ്. നമ്മളുടെ ഹരിയാനയുടെ പകുതി പോലും ഇല്ല, ഹരിയാനയെക്കാട്ടിലും ചെറിയൊരു രാജ്യമാണ് ബെൽജിയം എന്ന് പറയുന്നത്. ഇതിന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ് ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ലക്സംബർഗ് ഉണ്ട്. ഇതുവരെ കുഴപ്പമില്ല. ഇതുവരെ ബെൽജിയം വളരെ സാധാരണ ഒരു രാജ്യമാണ്. പക്ഷേ ഇതിന്റെ എത്നിക് കമ്പോസിഷൻ, ഇതൊരു ചെറിയ രാജ്യമാണെങ്കിലും ഇതിന്റെ ഒരു വംശീയത എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷനിൽ 51% ആൾക്കാരും ജീവിക്കുന്ന ഫ്ലെമിഷ് റീജിയനിലാണ്. അവര് ഡച്ച് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അടുത്ത 40% ആൾക്കാർ ജീവിക്കുന്നത് വലോണിയ റീജിയനിലാണ്. അവരുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് ആണ്. ബാക്കി 1% ആൾക്കാർ സംസാരിക്കുന്നത് ജർമ്മനാണ്. അതാണ് കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ കാര്യം. അതേസമയം ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസൽസിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് നേരെ തിരിയും. അവിടെ 80% ആൾക്കാർ സംസാരിക്കുന്ന ഫ്രഞ്ച് ആണ്. അടുത്ത 20% ആൾക്കാർ സംസാരിക്കുന്നത് എന്താണ്? ഡച്ച് ആണ്. ഫ്രഞ്ച് പൊതുവെ രാജ്യത്ത് മൈനോറിറ്റി ആണ്. പക്ഷെ എന്നാൽ എന്താണ്, അവർ വളരെ റിച്ചും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഡച്ച് എന്ന് പറയുന്നത് അത്ര പവർഫുൾ ഒന്നുമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം ആ സമയത്ത് ഈ പറയുന്ന ഫ്രഞ്ചിന്റെ ഒരു പവർഫുൾ നേച്ചറൊക്കെ അവരങ്ങ് അക്സെപ്റ്റ് ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഡച്ചിന് അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഫ്രഞ്ചും ഡച്ചും തമ്മിലുള്ള ടെൻഷൻസ് ആരംഭിക്കാൻ തുടങ്ങി. ഡച്ചിന് സ്വാഭാവികമായിട്ടും തോന്നി, എന്തിനാണ് ഇനി ഫ്രഞ്ചിനെ അനുസരിച്ച് കഴിയുന്നത്, അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള അവർക്ക് അതൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു 1950s തൊട്ട് 1960s വരെ ഈ പറയുന്ന ബെൽജിയത്തില് അഥവാ ബ്രസൽസില് ഈ 2 കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള ടെൻഷൻസ് ഭയങ്കര സിവിയർ ആയിരുന്നു. കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഡച്ചാണ് കൂടുതൽ. എന്നാൽ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസൽസിൽ വരുമ്പോഴത്തേക്കും അവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. ഡച്ച് രാജ്യത്തിന്റെ മെജോറിറ്റി ആണ്, എന്നാൽ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും മൈനോറിറ്റി ആണ്. ഇതാണ് ബെൽജിയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവരത് എങ്ങനെയാണ് പരിഹരിച്ചതെന്നുള്ളത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. നമുക്ക് ശ്രീലങ്കയുടെ പ്രശ്നം പറയാം. ശ്രീലങ്ക എവിടെയാ ഉള്ളത്? ശ്രീലങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് താഴെയുള്ള രാജ്യമാണ് അല്ലേ. ഒരു ഐലൻഡ് നേഷനാണ്. നമ്മുടെ തൊട്ട് താഴെയുള്ള ഒരു രാജ്യമാണ്. വളരെ അടുത്താണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 20-21 കിലോമീറ്റർ ഒക്കെ ശ്രീലങ്കയിലോട്ട് ഉള്ളൂ. അപ്പം ശ്രീലങ്കയിലെ പ്രശ്നം എന്ന് പറയുന്നത്, ശ്രീലങ്ക 1948 ഇൻഡിപെൻഡന്റ് ആകുന്നത്. ഈ ശ്രീലങ്കയില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് കുടിയേറി പാർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട് എന്ന് പറയുന്നത് ശ്രീലങ്ക, തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്നും വളരെ അടുത്താണ്. അവിടുന്ന് ജങ്കാറൊക്കെ ഉണ്ട്, ഫെറിയൊക്കെ ഉണ്ട്. അപ്പൊ ഫെറിയൊക്കെ കയറി ശ്രീലങ്കയിൽ ഈ കൊളോണിയൽ ടൈമില് പ്ലാന്റേഷൻ വർക്കേഴ്സ് ആയിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവരവിടെ പോയി അവരുടെ ഫോർ ഫാദേഴ്സ് ഒക്കെ അവിടെ തന്നെ സെറ്റിലായി. അവർക്ക് ഇന്ത്യക്കാരാണെന്ന പേര് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പേര് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറ അവിടെ ശ്രീലങ്കയിൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീലങ്കയ്ക്ക് 1948 ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഇൻഡിപെൻഡൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തമിഴ് ആൾക്കാരെ അങ്ങ് ഒഴിവാക്കി.
ഓക്കെ, തമിഴ് ആൾക്കാരെ അങ്ങ് പൂർണ്ണമായിട്ടും ശ്രീലങ്ക ഒഴിവാക്കി. ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ശ്രീലങ്കയിലെ 74% വരുന്നത് സിംഹള സ്പീക്കേഴ്സ് ആണ്. ശ്രീലങ്കയുടെ തനത് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ. പിന്നെ ബാക്കിയുള്ള ഒരു 13% വരുന്നത് തമിഴിയൻസ് ആണ്. അത് തമിഴിയൻസിന് തന്നെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് സിംഹള തമിഴിയൻസും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ തമിഴിയൻസും. ഈ ഇന്ത്യൻ തമിഴിയൻസ് ആണ് ഇന്ത്യയിൽ നിന്നും പിന്നെ തേയിലത്തോട്ടത്തിലൊക്കെ പ്ലാന്റേഷൻ വർക്കേഴ്സ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർ. ഇപ്പം നിങ്ങൾ കബാലി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്താണ് ഈ ശ്രീലങ്കയിലെ തമിഴിയൻസിന്റെ ഒരു ലൈഫൊക്കെ. രജനീകാന്തിന്റെ കബാലി സിനിമയ്ക്കകത്ത് അതൊക്കെ കാണിക്കുന്നുണ്ട്. എനിവേ, അപ്പം അതായിരുന്നു ശ്രീലങ്കയുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ശ്രീലങ്ക എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1948 സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹള കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് അവര് ഡൊമിനൻസ് കൊടുത്തത്. അതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് മെജോറിറ്റേറിയനിസം എന്നാണ്. അതായത് അവര് മൈനോറിറ്റി ആയിട്ടുള്ള തമിഴിയൻസിനെ അങ്ങ് പാടെ ഒഴിവാക്കി. ഇന്ത്യൻ തമിഴിയൻസിനെ അവര് തീരെ പരിഗണിച്ചില്ല. ഇവരൊരു 1956 ഒരു ആക്ട് കൂടി പാസ് ചെയ്തു. അത് പ്രകാരം സിംഹളയെ അവര് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി. ശ്രീലങ്കയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സിംഹളയാണ്. തമിഴിനെ അവര് മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. അതേപോലെ തന്നെ പിന്നെ സിംഹള ആപ്ലിക്കൻസിന് മാത്രം യൂണിവേഴ്സിറ്റി പൊസിഷൻസും ഗവൺമെന്റ് ജോബ്സും എല്ലാം കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ അവര് എന്താ പറയാ, ഈ പറയുന്ന ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയൻ, അവരുടെ ഒഫീഷ്യൽ റിലീജിയൻ ബുദ്ധിസം ആണ്. ബുദ്ധിസം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സും ശ്രീലങ്ക കൊണ്ടുവന്നു. ഈ ഗവൺമെന്റ് മെഷേഴ്സ് എല്ലാം ഈ പറയുന്ന ശ്രീലങ്കൻ തമിഴിയൻസിനെയും അല്ലാതെയുള്ള തമിഴിയൻസിനെയും എല്ലാം വളരെയധികം ബാധിച്ചു. അവർക്ക് യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഇല്ലാതായി. അവരുടെ ലാംഗ്വേജ്, കൾച്ചർ ഒന്നും തന്നെ, കാരണം അവർ അത്രയും കാലം അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പം നമ്മളെ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഇപ്പം പിന്നെ പാകിസ്ഥാനിലോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ പോകാം, പക്ഷെ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, ഇന്ത്യ എല്ലാവിധ സഹായവും കൊടുക്കും, നിങ്ങൾക്ക് ഇന്ത്യയുടെ പിന്നെ സിറ്റിസൺ ആകാം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ശ്രീലങ്ക ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പാടെ അവോയ്ഡ് ചെയ്തു. അത്രയും കാലം അവരുടെ രാജ്യത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുള്ള പരിഗണന പോലും ഇല്ല. ഇവര് വേറെ എന്ത് ചെയ്യും? ഇവർക്ക് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇന്ത്യയിൽ അവർ ജനിച്ചു, അല്ലെങ്കിൽ ഇവരുടെ മുതുമുത്തശ്ശന്മാർ ഇന്ത്യക്കാരാണ് എന്ന് മാത്രമേ ഇവർക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഇവർക്ക് ഇവിടെ ഒരു വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇന്ത്യക്കാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ അഭയാർത്ഥികളെ അക്സെപ്റ്റ് ചെയ്യുന്ന പോളിസികളോ ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മളും സ്വാതന്ത്ര്യം കിട്ടി ഒന്ന് പതുക്കെ രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇന്ത്യയിൽ പിന്നെ ഒരു രേഖയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് ജയിലിൽ വിട്ടെന്നിരിക്കും. അപ്പൊ അവരങ്ങനെ വല്ലാത്ത അവസ്ഥയായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന സിംഹളാസും തമിഴ് കമ്മ്യൂണിറ്റീസും തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമാകാൻ തുടങ്ങി. ഓക്കെ, ഈ തമിഴ് കമ്മ്യൂണിറ്റി പലവട്ടം ഗവൺമെന്റിന്റെ ഫ്രണ്ടില് ഡിമാൻഡുകൾ വെച്ചു. പക്ഷേ അത് റിപ്പീറ്റഡ്ലി അവരെന്ത് ചെയ്തു? ഡിനേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1980s ആയപ്പോഴത്തേക്കും ഇവര് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാക്കി. ഇവരുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഇവരുടെ ഡിമാൻഡുകളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് തമിഴ് ഈഴം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി. ഈഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. അവര് ശ്രീലങ്കയുടെ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ടിലാണ് ഈ പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ് ഈഴത്തിന് നമ്മുടെ ഇന്ത്യയുമായിട്ടും കുറച്ച് ബന്ധമുണ്ട്. ഇവിടെ സിവിൽ വാറും കാര്യങ്ങളൊക്കെ വന്നു ശ്രീലങ്കയിൽ. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധി ഇടയ്ക്ക് ശ്രീലങ്കൻ ഗവൺമെന്റ് സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ഇന്ത്യൻ പട്ടാളക്കാരെ ശ്രീലങ്കയിലോട്ട് വിട്ടുകൊടുത്ത് ഈ ഇന്ത്യൻ പട്ടാളക്കാർ തമിഴ് ഈഴം അല്ലെങ്കിൽ ഈ തമിഴ് പുലികളെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട്, ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വിഷമമൊക്കെ വരാൻ തുടങ്ങി. കാരണം അവരുടെ രാജ്യത്തു നിന്ന് തന്നെ അവർക്ക് എതിർപ്പ് നേരിടാൻ തുടങ്ങി. അവരുടെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു മാനുഷിക പരിഗണന ഇല്ലാത്ത പരിപാടി അവർക്ക് ഭയങ്കരമായിട്ട് വേദനാജനകമായിട്ട് തോന്നി. അപ്പം അതിനെ തുടർന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുകയും അദ്ദേഹത്തിനെ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഹ്യൂമൻ ബോംബ്, തനു എന്ന് പറയുന്ന ആള് ഹ്യൂമൻ ബോംബായിട്ട് വന്നിട്ട് രാജീവ് ഗാന്ധിയെ കൊല്ലുകയും ചെയ്തു.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശ്രീലങ്കയിലെ സിവിൽ വാർ വലിയൊരു നഷ്ടമാണ്. നമ്മൾക്കും ഒരു ലോസ് ഉണ്ടായ സംഭവമാണ് ശ്രീലങ്കയിലെ സിവിൽ വാർ എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ പിടിച്ച ആൾക്കാരുണ്ട്, നളിനി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ലേഡിയുണ്ട്, അവരെ വെറുതെ വിട്ടിട്ടുണ്ട്. അവര് ഈ അടുത്തിടയ്ക്കാണ് വെറുതെ വേണ്ടി വരിക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്, പിന്നെന്താ, ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കും, രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ടുവരും. അതാണ് മേജർ റീസൺ എന്ന് പറയുന്നത്. പിന്നെ പിന്നെ എന്താ, ഈ പവർ ഷെയറിംഗ് വേണം എന്ന് പറയുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. പ്രൊഡൻഷ്യൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നു. ആ ലോജിക്കലായിട്ടുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രൊഡൻഷ്യൽ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്തും സമൃദ്ധിയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സന്തോഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റീസൺ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതാണ് പ്രൊഡൻഷ്യൽ റീസൺ ആയിട്ട് വരുന്നത്. അപ്പം ഈ പറയുന്ന പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പവർ ഷെയറിംഗ് ഈസ് ദ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഡെമോക്രാറ്റിക് റൂൾസ് എല്ലാം തന്നെ പവർ ഷെയറിംഗിൽ ഇൻവോൾവ് ആയിരിക്കണം. ജനങ്ങൾക്കാണ് അവരുടെ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം സാധ്യമാകുന്നത് പവർ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ മോറൽ റീസൺ. എല്ലാ ഭരണത്തിലും ഒരു ധാർമ്മികത വേണമല്ലോ, അല്ലെ? അപ്പം നമ്മളിപ്പോ പറയത്തില്ലേ, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് പിരിഞ്ഞ സമയത്ത് പിന്നെ ഇന്ത്യ പാകിസ്ഥാനിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കാമെന്ന് ഇന്ത്യ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് മോറൽ റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഫോംസ് ഓഫ് പവർ ഷെയറിംഗിന്റെ പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് പിന്നെ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസ് തമ്മിൽ നമുക്ക് പവർ ഷെയറിംഗ് നടത്താം. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതെല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഓർഗൻസ് ആണ്. ഇതിൽ ജുഡീഷ്യറിക്ക് മാത്രമേ കുറച്ച് എക്സ്ട്രാ പവർ വരുന്നുള്ളൂ. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്നത് പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നീതിന്യായ വ്യവസ്ഥിതി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ജുഡീഷ്യറിക്ക് കുറച്ചുകൂടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ബാക്കിയെല്ലാം സിമിലർ ആണ്. ഇപ്പൊ പറയുന്ന ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അതിന് പറയുന്ന പേര് ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. ഈ ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത് പവർ ഷെയറിംഗിന്റെ ഒരു മോഡലാണ്. അത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസിലാണ് ഈ പറയുന്ന ചെക്ക് ആൻഡ് ബാലൻസ് വരുന്നത്. ഈ ഡിഫറെന്റ് ഓർഗൻസ് വഴി നടത്തുന്ന പവർ ഷെയറിംഗിന് പറയുന്ന പേരെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അടുത്ത് വരുന്ന പവർ ഷെയറിങ് പിന്നെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ആദ്യം എന്താണ്, സെൻട്രൽ ഗവൺമെന്റ്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അങ്ങനെ ഡിഫറെന്റ് തട്ടുകളായിട്ട് പല തട്ടുകളായിട്ട് ഇങ്ങനെ താഴ്ത്തായിട്ട് വരുന്നു. അതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പവർ ഷെയറിംഗ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്താണ് ഫെഡറൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ നമ്മൾ ഫെഡറൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ സെന്റർ ഇതുപോലെ പവർ ഷെയർ ചെയ്ത് കൊടുക്കും, നമ്മുടെ സ്റ്റേറ്റിന് ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ അവർക്ക് അവരുടെ അധികാരത്തിൽ അങ്ങനെ കൈകടത്തൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്, അവർക്കിടയിൽ പവർ ഷെയർ ചെയ്ത് കൊടുക്കും. അതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഇൻ ബെൽജിയം എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന പ്രഷർ ഗ്രൂപ്പുകളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പുകൾ, ഒപ്പോസിഷൻ പാർട്ടി. പ്രഷർ ഗ്രൂപ്പുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രഷർ ഗ്രൂപ്പാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്ലസ് പ്രഷർ ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നമ്മുടെ പിന്നെ ഈ ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ നേതാക്കന്മാര്, സമുദായ നേതാക്കന്മാരെയൊക്കെ പോയി കാണത്തില്ലേ? കാരണം എന്താണ്, അവരൊക്കെ പ്രഷർ ഗ്രൂപ്പുകളാണ്. അവർക്ക് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാൻഡിഡേറ്റ്സിന് ഇലക്ഷനിൽ ജയിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതൊരു പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, അങ്ങനെ വരുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് ആൻഡ് ബാലൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ബോംബെ ഹൈക്കോർട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് അടുക്കൽ ഒരു 2000-ഓളം വരുന്ന ചിൽഡ്രൻ ഹോമിലെ കുട്ടികളുടെ അവസ്ഥ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു.
അതിനെ നമുക്ക് ചെക്ക് ആൻഡ് ബാലൻസിൽ കണക്കാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അത് ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. അങ്ങനെ പവർ ഷെയറിംഗ് ഏതൊക്കെ തരത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, ചോദ്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് ബെൽജിയത്തിന്റെ എത്നിക് കമ്പോസിഷൻ. ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ബെൽജിയത്തിന്റെ എത്നിക് കമ്പോസിഷൻ എങ്ങനെയാണെന്നുള്ളത് അത് നിങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് ശ്രീലങ്കയുടെ പോപ്പുലേഷനെ കുറിച്ചിട്ട്. പിന്നെ ഈ പറയുന്ന അക്കോമഡേഷൻ രീതി. ഓക്കെ, അക്കോമഡേഷൻ രീതി എന്താണ്, മെജോറിറ്റേറിയൻ രീതി എന്താണ് എന്നുള്ളത് ചോദിക്കും. ശ്രീലങ്കയുടെ പോപ്പുലേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിംഹളയാണ് 74%, തമിഴ് മൈനോറിറ്റി 18%, ശ്രീലങ്കൻ തമിഴിയൻസ് 13%, ഇന്ത്യൻ തമിഴിയൻസ് 5%. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയുടെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് അത് ഇന്ത്യയായിട്ടും കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ശ്രീലങ്കൻ കോൺഫ്ലിക്റ്റ് അത്യാവശ്യമായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫോംസ് ഓഫ് പവർ ഷെയറിംഗ്, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, പിന്നെ പവർ ഷെയറിംഗ് അമോങ് സോഷ്യൽ ഗ്രൂപ്പ്. ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതിൻ്റെ അകത്ത് തന്നെ പ്രൊഡൻഷ്യൽ ആൻഡ് മോറൽ റീസണിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വലിയ മാർക്കിനൊന്നും ചോദിച്ചിട്ടില്ല, ഒരു 1 to 3 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പവർ ഷെയറിംഗ് വരുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വൈ പവർ ഷെയറിംഗ് ഈസ് കൺസിഡേർഡ് ആസ് ദ വെരി സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. ആ ഒരു രീതിയിലായിരിക്കും പവർ ഷെയറിംഗിന്റെ ഇമ്പോർട്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കാം. ഓക്കെ, കമന്റുകളും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിരുത്തുകളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ തിരുത്താം, ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പാഠം കണ്ടിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണുന്നതിന് വരെ ബൈ ബൈ.